തിരുവോണ ദിനത്തിൽ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറി KSRTC ജീവനക്കാർ. ബസ് പുറപ്പെടുന്ന സമയം അന്വേഷിച്ച യാത്രക്കാരനോട് സ്റ്റാൻഡിനുള്ളിൽ കിടക്കാൻ KSRTC ജീവനക്കാർ പറഞ്ഞു. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലായിരുന്നു സംഭവം. പ്രതികരണത്തിലേക്ക്. എന്തായാലും കൈരളി ന്യൂസ് ടീം പകർത്തിയ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. ഏതോ ഔദാര്യം ചെയ്യുന്ന തരത്തിലാണ് KSRTC ജീവനക്കാർ ആ യാത്രക്കാരനോട് പെരുമാറുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും റാന്നിക്ക് ബസ്സുണ്ടോ എന്ന ഒരു യാത്രക്കാരൻ വന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം റാന്നിക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ബസ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ റാന്നിക്ക് പോകണ്ടെന്ന് ചോദിക്കുന്നു. തീർത്തും ന്യായമായ ചോദ്യമാണ്. കാരണം സംസ്ഥാനത്ത് ഓണ ദിവസം ബസ് സർവീസ് ഇല്ല എന്ന യാതൊരു അറിയിപ്പും KSRTC നൽകിയിട്ടില്ല. മറ്റ് ആ യാത്രക്കാരൻ തന്നെ അതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അടൂരിലേക്ക് ബസ്സുണ്ടല്ലോ, തിരുവല്ലയിലേക്ക് ബസ്സുണ്ടല്ലോ, മറ്റ് സ്ഥലങ്ങളിലേക്ക് ബസ്സുണ്ടല്ലോ, എന്തുകൊണ്ട് റാന്നിക്ക് ബസ്സില്ല എന്ന് ചോദിക്കുമ്പോഴാണ് റാന്നിയിലേക്ക് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ KSRTC ജീവനക്കാരൻ എന്നാൽ പിന്നെ നീ ഇവിടെ കിടക്ക. ആ ഭാഷ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണ ദിവസം KSRTCയിൽ യാത്ര ചെയ്യാൻ പണം മുടക്കി യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു യാത്രക്കാരനോട്, നമുക്കറിയാം കസ്റ്റമറാണ് അവർ, അപ്പോൾ യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാരനോട് KSRTC ജീവനക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്നാൽ നീ ഇവിടെ കിടക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബസ് സർവീസ് ആരംഭിക്കാം, അല്ലെങ്കിൽ ആ വിഷയം മേലധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നൊന്നുമല്ല. KSRTC ജീവനക്കാരൻ ആ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിനുള്ളിൽ നിന്നുകൊണ്ട് KSRTCയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരു ജീവനക്കാരൻ പറയുവാണ് എന്നാൽ നീ ഇവിടെ കിടക്ക്. ഇതാണോ KSRTCയുടെ ഓണസമ്മാനം എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം KSRTCയുടെ വകുപ്പിൻ്റെ മന്ത്രി, ചുമതലയുള്ള വകുപ്പ് മന്ത്രി എങ്ങനെയാണ് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ ശേഷം അതിൽ യാത്ര ചെയ്ത സ്ത്രീകളെ അപമാനിച്ചത്. CP ജോണിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്, പ്രസംഗം കേട്ടതാണ്. മന്ത്രി അതിൽ U-turn ഒക്കെ അടിച്ചെങ്കിൽ പോലും അത് ഇന്നും പൊതുജന മധ്യത്തിലുണ്ട്. ഇപ്പോഴും KSRTC ജീവനക്കാരൻ തന്നെ ഒരു യാത്രക്കാരനോട് പറയുകയാണ് ബസ് സർവീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ എന്നാൽ ഇവിടെ കിടക്കേ, റാന്നിക്കാർക്ക് പോകണ്ടേ. ഈ ഉത്തരമാണ് KSRTC ജീവനക്കാരൻ ഈ യാത്രക്കാരന് നൽകുന്നത്. സുജു. ശരി, സുജു ടി ബാബുവാണ് തിരുവോണ ദിവസം ശബരിമല തീർത്ഥാടകരോട് KSRTC ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചു.